യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറത്തിൽ എന്നെ കിടത്തുന്നു. വചനം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കന്നാലിയെ കൊണ്ടുവന്ന് പറമ്പിലേക്ക് കെട്ടുന്നത് പച്ചപ്പുള്ളിടത്തേ കെട്ടത്തുള്ളൂ. അതിൻ്റെ തെളിവ് അക്ഷരാർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നത്, ഈ പച്ചപ്പുള്ളിടത്ത് കെട്ടിയാൽ ഈ പച്ച മീഞ്ഞ് ഇതിൻ്റെ വിശപ്പടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ വരണ്ട സ്ഥലത്തൊന്നും കെട്ടത്തില്ല, പച്ചയില്ലാത്തടത്ത് കെട്ടത്തില്ല, പച്ചയുള്ളിടത്ത് കെട്ടും. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ആ പച്ച ആമേൻ ഇത് മീഞ്ഞ് കടിച്ച് തിന്നു ഇതിൻ്റെ വയറിനെ ഇത് നിറപ്പിക്കും. എന്നതുപോലെ നിന്നെ ദൈവം ഹല്ലേലൂയ വരണ്ട നിലത്ത് ആയിരുന്ന എന്നെ, ഉണങ്ങിയ നിലത്തായിരുന്ന എന്നെ, വേണ്ടാതെ കിടന്ന എന്നെയും നിങ്ങളെയും ദൈവം പച്ചപ്പുള്ളിടത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ഇനി നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്ത ദൂതിലേക്ക് വരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ തയ്യാറെടുത്ത് ആരാധിച്ചാട്ട്, ഓ ശക്തിയോടെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരും നമ്മെ നോക്കി പറഞ്ഞു, സമൂഹം നമ്മെ നോക്കി പറഞ്ഞു, ദേശം നമ്മെ നോക്കി പറഞ്ഞു, സഹോദരങ്ങൾ നമ്മെ നോക്കി പറഞ്ഞു, നിന്റെ പരിസരം നിന്നെ നോക്കി പറഞ്ഞു, നീ വരണ്ട സ്ഥലത്താണ് കിടക്കുന്നത്, നീ ഇപ്പോൾ കിടക്കുന്നിടത്ത് പച്ചപ്പില്ല, നീ ഇപ്പോൾ കിടക്കുന്നിടത്ത് നന്മയില്ല, ഇവിടെ കിടക്കുന്നിടത്ത് നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല, പഴുതുകളെല്ലാം അടഞ്ഞുപോയി, നിന്റെ മുമ്പിലെല്ലാം അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോ യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. വായിച്ചാട്ടെ, ഹല്ലേലൂയ. വായിച്ച ഭാഗം തന്നെ ഒന്ന് വായിച്ചാട്ടെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറത്തിൽ കൊണ്ട് കിടത്തുവാൻ കാരണങ്ങൾ ഒന്നല്ല. ഹല്ലേലൂയ. നിന്റെ വിശപ്പ് ദൈവം അറിഞ്ഞു, നിന്റെ ക്ഷാമകാലം ദൈവം അറിഞ്ഞു, നിന്നെ ഒന്ന് ക്ഷേമകാലമാക്കി മാറ്റാൻ, നിന്റെ വയറിന്റെ വിശപ്പടക്കാൻ, നിന്നെ പോറ്റി പുലർത്തുന്നതിന് വേണ്ടി നിന്നെ പച്ചയായ പുൽപ്പുറത്ത് കിടത്തുന്ന ഒരു കർത്താവ് ഇന്ന് പോൽക്കാലം ഒരു ഉണക്ക സ്ഥലമല്ല, ഒരു വരണ്ട അവസ്ഥയല്ല, ആർക്കും വേണ്ടാത്ത വേസ്റ്റ് തലത്തല്ല നിന്നെ കൊണ്ടിട്ടത് നല്ല പച്ചപ്പുള്ളടുത്താണ്. അത് അനുഭവിക്കുന്ന സഹോദരങ്ങൾ കരങ്ങളെ അടിച്ച് ഇനി കരം കെട്ടി ഒരു മനുഷ്യൻ പോലും ഞാൻ ആശീർവാദം പറയുന്നത് വരെ ഇരിക്കരുത്. വായി കൊണ്ടുവന്നവർ വായി തുറന്ന്, കരം കൊണ്ടുവന്നവർ കരം ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഈ വൽക്കാലം സ്തുതിക്കുന്നത് ഉചിതമാണ് കേട്ടോ, സ്തുതിക്കുന്നത് ഉചിതമാണ്, നേരായി സ്തുതിക്കുന്നത് ഉചിതമാണ്. ദൈവത്തെ സ്തുതിക്കാനാണ് ആത്മാവുള്ളിടത്ത് നീ വന്നത്, ആത്മവരമുള്ളിടത്ത് വന്നത്. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യമറിയാം, ഉണക്ക സ്ഥലത്ത് കൊണ്ടിട്ട, പച്ചപ്പില്ലാത്തടത്ത് കൊണ്ടിട്ടാൽ ഇവർ അവിടെ കിടന്ന് നഷ്ടപ്പെട്ടു പോകും, അവിടെ കിടന്നവർ ഇല്ലായ്മയായി പോകും. അതുകൊണ്ട് തമ്പുരാൻ അറിഞ്ഞിട്ട് ചെയ്ത ഒരു പദമാണ്, പച്ചയായ പുൽപ്പുറത്തിലേക്ക് നിന്നെ കൊണ്ടുകിടത്തി. എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? അവിടെ നിന്നെ കൊണ്ടുവാക്കുവാൻ കാരണം ഈ പച്ചപ്പുകൾ മേഞ്ഞ്, ഈ പച്ചപ്പുകളിലെ പുഷ്ടിയുള്ളത്, ഇത് നന്മയുള്ളത്, ഇത് അനുഗ്രഹമുള്ളത്, ഇത് നിന്റെ ക്ഷാമത്തെ മാറ്റുന്നത്, ഇത് തന്നെ ക്ഷേമമായി പോറ്റുന്നത്, ഇത് നീ അനുഭവിച്ച് തൃപ്തി അടയുന്നതിന് വേണ്ടി നിന്നെ കൊണ്ട് കടത്തിയതാണ്. എല്ലാവരും വായി കൊണ്ടുവന്നവർ വാ തുറന്ന് വിളിക്കുക, വാ തുറന്ന് വിളിക്കുക, വാ തുറന്ന് വിളിക്കുക, വായി തുറന്ന് ധൃതിമായി വിളിച്ചതുപോലെ യഹോവയെ വിളിക്കുക. നിങ്ങൾ വാ തുറന്നില്ലെങ്കിൽ പ്രസംഗിക്കുന്ന എനിക്കല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. ഞാൻ വാ തുറന്ന് വിളിക്കുന്നു. ദൈവവചനം പറയുന്നു വായി തുറന്ന് വിളിക്കാൻ. യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കായി എങ്കിൽ ഞാൻ നിറയ്ക്കും. നിങ്ങൾ അതെങ്കിലും അനുസരിക്കുക, അതനുസരിച്ചിട്ട് വിളിച്ചോ. വിളിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ, സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, താനെ വിളിക്കേണ്ടത് ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യം ദൈവത്താൽ നമുക്കിടയിൽ വരും ഇടയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് പറ, ഇത് എനിക്കുള്ള വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഉണങ്ങിയ അവസ്ഥയായിരുന്നു, എന്റെ സ്വന്തം ദേശത്ത് എനിക്ക് നല്ല ഭവനമില്ല, എനിക്ക് പാർക്കാൻ വീടില്ലായിരുന്നു, എന്റെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാമ്പത്തിക സോഴ്സ് ഇല്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാനുള്ള സാമ്പത്തികമില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് സഞ്ചരിച്ചു പോകാൻ ഒരു വാഹനമില്ലായിരുന്നു, അവർക്ക് നല്ല ബുക്കില്ല, അവർക്ക് നല്ല പുസ്തകമില്ല, കുടയില്ല, വേഗില്ല, ഷൂ ഇല്ല, ഇതൊന്നുമില്ലാതെ കിടന്ന എന്നെ ഇന്ന് പച്ചയായ പുറപ്പുറത്തിക്കൊണ്ട് കിടത്തിയപ്പോ ഞാൻ എന്റെ സ്ഥിതികൾ മാറി തുടങ്ങി. അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പച്ചപ്പ് മേഞ്ഞു തുടങ്ങി. അവിടെ നിന്റെ ക്ഷാമം മാറി, അവിടെ നിന്നെ ക്ഷേമമായി
സ്വന്തമാക്കി എന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു, എന്നെ നന്മയിലേക്ക് കൊണ്ടുവന്നു. വിശ്വസിക്കുന്ന സഹോദരന്മാർ സഹോദരിമാര് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് വേൾക്കാലം പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം ഈ ആലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത്, ഈ ആലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത്, ഈ തിരുസന്നിധി വിട്ട് ഞാൻ ഇറങ്ങുന്നത് പച്ചയായ പുൽപ്പറത്തിലോട്ട്, പച്ചയായ പുൽപ്പറത്തിലോട്ട്. അവരെന്നെ അവിടെ കൊണ്ട് കിടത്ത്, പച്ചയായ പുൽപ്പറത്തിൽ എന്നെ കിടത്ത്. ഹല്ലേലൂയ, ആമേൻ 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 എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നാവ് ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നുണ്ട്. പ്രവചനത്തിന്റെ വരം ചിലരുടെ മേൽ, രോഗശാന്തിയുടെ വരം ചിലരുടെ മേൽ, വെളിപ്പാടിന്റെ വരം ചിലരുടെ മേൽ, ജനത്തെ വിവേചിക്കുന്ന വരം ചിലരുടെ മേൽ കർത്താവിന് കൈമാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉള്ളവർ ചിലർ പ്രാർത്ഥിച്ചു. Salgo Roma Siana Rabal Kama Manaya Rabana Atagal Kanaria Rival Kamana Vaida Manaya Rabana Rival Kamana Gadagamana Vaida Mana Gadaga Pravidi Mana Gadaga Ribanam Gadagam Nadagam Managa Ribanam Ellavari Mellavari Mellavara Ningara Talamel Aragana Devatina Saratia Ningara Talamel Aragana Devatina Shati Nina Puratu Uri Kondu Varigia. നമ്മുടെ ചില സഹോദരന്മാരൊക്കെ നല്ല ഉറങ്ങുന്നുണ്ട്. കൈയടിച്ച് ആരാധിക്കുക സഹോദര. കൈയടിക്കാതെ ഇരുന്ന കൊളസ്ട്രോൾ കയറ്. കൈയടിച്ച് ആരാധിക്കുക. നിന്റെ കൊളസ്ട്രോൾ ഇറങ്ങട്ടെ, നിന്റെ BP ഇറങ്ങട്ടെ, നിന്റെ ഷുഗർ ഇറങ്ങട്ടെ, നിന്റെ ഡയബറ്റീസ് മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ഉരുകുവാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുക, ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുക. നിന്റെ ബന്ധന വഴിയോ, നിന്റെ രോഗം മാറോ, നിന്നെ പിടിച്ചു വെച്ചുള്ള ശത്രുവിനെ വിടോ. ദീവാന ഹസ്തിമാ റബൽകമാ വൈഡയാ റബനേ റിബൽകമന ഗഡഗസിയാനയ ഉടവൽ പ്രവിഡിവന ഗഡഗസിയ റബന ഗഡഗവന എല്ലാവരും ശക്തിയോടെ ആരാധിച്ചോട്ടെ. ആരും മൗനമായി ഇരിക്കരുത്. ഇനി മൗനമായി ഇരിക്കരുത്. അതരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. ഇതിനകത്ത് കാട്ടുതീ പോലെ ആരാധനയുടെ ശക്തി വെളിപ്പെടുന്നു. എന്താ നിന്റെ രോഗം മാറാത്ത, എന്താ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്? നീ കരമടിച്ച് ആരാധിക്കാത്ത, ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാകരുത്. ദൈവസന്നിധിയിൽ താണിരിക്കുക. ദുർമാർഗങ്ങളെ വിട്ട് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് വൽക്കാല കരം കൊണ്ടുവന്ന ദൈവമക്കൾ എല്ലാവരും കരമടിച്ച് ആരാധിച്ചോ. ഞാൻ നിങ്ങളുടെ തലമേൽ കൈവയ്ക്കാതെ രോഗം വിട്ട് മാറും. ചിലടുത്ത് പോയി ചിലർ രോഗം വിലയ്ക്ക് വാങ്ങാറുണ്ട്. ചിലടുത്ത് പോയി രോഗം വിലയ്ക്ക് വാങ്ങാറുണ്ട്. കടബാധ്യത വിലയ്ക്ക് വാങ്ങാറുണ്ട്. ഇവിടെ വന്ന രോഗം വിലയ്ക്ക് വാങ്ങുകയല്ല, വാങ്ങി കൊണ്ടുവന്നതിനെ കർത്താവ് തീയിറക്കി കത്തിക്കുക. കടക്കാരായി നീ വന്നെങ്കിൽ നിന്റെ കടബാധ്യത തീർക്കോ. ഇന്നത്തെ വചനം നീ വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്നെ പച്ചയായ പുൽപ്പറത്തിൽ കിടത്തോ. Yes, 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 yes. ഓ പ്രസന്നാണോ? ഓക്കെ ആണോ? നിങ്ങളുടെ മേൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങട്ടെ. ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിസരത്തിൽ ചില കെട്ടുകൾ പൊട്ടുന്നുണ്ട്. പരിസരത്തിൽ ചില രോഗികൾ നടക്കുന്നുണ്ട്. പരിസരത്തിൽ ചില നരിയാണികൾ ഉറക്കുന്നുണ്ട്. പരിസരത്തിൽ ചില രോഗത്തിന്റെ ശക്തികൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ തൽക്കാലം നമ്മൾ കേട്ടു. രോഗശാന്തി എന്ന് പറയുന്ന ഒരു വരമാണ്, ഭൂതശാന്തി എന്ന് പറയുന്ന ഒരു വരമാണ്, പ്രവചനം എന്ന് പറയുന്ന ഒരു വരമാണ്, വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഒരു വരമാണ്. വരങ്ങളില്ലാത്തവൻ പലതും പറഞ്ഞ് നടക്കുന്ന ഒരു ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോ വിളിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും പറയണം, എന്നെ ദൈവമാണ് അഭിഷേകം ചെയ്തത്. കൂട്ടത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്ത് ഉൾമുറിയിൽ കൊണ്ട് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയത് ദൈവമാണ്. സ്വതന്ത്ര കൂട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ നിന്നെ തെരഞ്ഞെടുക്കുവാൻ കാരണം ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായി. കലക്കൽ വെള്ളം നോക്കി മീനി പിടിക്കുന്ന പരിപാടി ഇന്നത്തെ ബന്ധക്കോസ് കോളത്തിനകത്തുണ്ട്. അതല്ല ബന്ധക്കോസ് കേട്ടോ. നീ ഒറ്റയ്ക്ക് ആരാധിച്ചാൽ മതി, ദൈവം തന്നെ വിടിവിക്കും. അബ്രഹാമേ, നീ ഒറ്റയ്ക്കാണെങ്കിൽ ഭാരപ്പെടണ്ട, ജാതികളെ നിനക്ക് തരാൻ പോവുക.
ജാതികളെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വിളിച്ചത് വെറുതെയല്ല. ജാതികൾക്ക് നീ പിതാവായി മാറുന്ന ഒരു സമയം വരും കേട്ടോ. അത് നിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ നിവർത്തീകരിക്കുന്ന നാൾ വരും. അതിനുവേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അതരങ്ങൾ ചലിക്കട്ടെ. ഓ, നിശ്ചലമായി ഇരിക്കരുത്. ആത്മസാന്നിധ്യത്തോടെ ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ പച്ചയായ പുൽപ്പറത്തിൽ കിടത്തി. സ്തോത്രം വായിച്ചോ. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ കൂടി എന്നെ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലാണ് കൊണ്ടുപോകുന്നത്. ഓ ഹല്ലേലൂയ. അണുബാധ പിടിച്ചു കിടക്കുന്നതല്ല, മാലിന്യം കയറി കിടക്കുന്നതല്ല, ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം, സ്വസ്ഥതയുള്ള വെള്ളം. ഈ വെള്ളം നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആറ്റിലിറങ്ങി കുടിച്ചു കളയരുത്. പരിശുദ്ധാത്മാവിന്റെ നദിയാ. ഇത് പരിശുദ്ധാത്മാവിന്റെ നദിയാ. ഈ നദിയിൽ കൂടി, ഇതിന്റെ അരികിൽ കൂടി, ഇതിന്റെ പക്കത്ത് കൂടി ഒന്ന് നീ നടക്കാൻ തയ്യാറായാൽ ഈ അല്ലെങ്കിൽ നദി നമ്മുടെ അകത്ത് കണക്ട് ആകും. പ്രൈസ് ദി ലോർഡ്. ഈ നദി നമ്മുടെ മേൽ കടന്നു വരുമ്പോ ഹല്ലേലൂയ, ആമേൻ ആമേൻ, രോഗം മാറും, ശാപം മാറും, ബന്ധനം മാറും. സ്തോത്രം. ഇത് മാറണമെങ്കിൽ ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ കൂടി നീ യാത്ര തുടങ്ങണം. യാത്ര നീ ആരംഭിക്കണം. പലരും പറയും അവിടെ പെയ്യാൽ അത് കിട്ടത്തില്ല, ഇവിടെ പെയ്യാൽ ഇത് കിട്ടത്തില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിള് പറയുന്നു ദൈവത്തിന്റെ ആത്മാവാണ് ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം നമ്മൾ പ്രാപിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ ദൈവത്തിനുള്ളതല്ല. ആറുപേര് കൂടി നിന്നെ വെട്ടിത്താത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഹല്ലേലൂയ ദ്രവിച്ചു നിന്റെ ആയുസ്സും ആരോഗ്യം തീരുമ്പോ നിന്റെ ശരീരത്തിനകത്ത് ദൈവം ഒരു ആത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിത്യതയിൽ ഇരിക്കപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ നടത്തും. അയക്കാം. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാണൻ പ്രശ്നമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഞരമ്പിൽ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ്. ഈ ബ്ലഡിന് ഒരു ക്ഷയം വന്നാലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അവയവത്തിൽ ഒരു ഞരമ്പിൽ കൂടി ഓടുന്ന ഈ ബ്ലഡിന് ഒരു ഷോർട്ട് കട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തൊരു മരവിപ്പുണ്ടാകും. ആ ഭാഗത്തിന്റെ അവയവത്തിന് ഒരു ബലഹീനത ഉണ്ടാകും, വീക്ക് പോയിന്റ് ഉണ്ടാകും. കാരണം എന്നറിയാമോ, ആ ഞരമ്പ് വഴി ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചിലർ ശരീരത്തിൽ ബ്ലഡ് കുറയുമ്പോൾ വിലക്ക് മേടിച്ച് ബ്ലഡ് അടച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുവാനുള്ള ബ്ലഡ് പോരാതെ വരുന്ന സമയത്ത് ബ്ലഡ് അടച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും പ്രാണൻ ഹീറ്റായി നിൽക്കുക, ഓവർപ്ലേ ആയി നിൽക്കുക. കാരണം മനസ്സുകൾക്ക് ശാന്തമായ അന്തരീക്ഷമില്ല, നല്ലൊരു സ്വസ്ഥത വരുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. കാരണം ജീവിതത്തിൽ ഒരുപാട് അലതല്ലുന്ന പ്രശ്നം, ഭാര്യ ഭർത്താവിനോട് പ്രശ്നം, ഭർത്താവ് ഭാര്യയോട് പ്രശ്നം, മക്കൾ അമ്മയപ്പന്മാരോട് പ്രശ്നം, അമ്മയപ്പന്മാർ മക്കളോട് പ്രശ്നം. ഇങ്ങനെ കുടുംബം ആകമാനം ഇളകി തകർന്നു കിടക്കുമ്പോൾ ഹല്ലേലൂയ രഹസ്യത്തിൽ പൊത്തിമൂടി കൊണ്ടുപോകുന്ന ചില അമ്മാപ്പന്മാരുണ്ട്. അത് ചിലത്ത് പരസ്യമായി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാണനെ തണുപ്പിച്ചാൽ ഭ്രാന്തെന്ന രോഗം വിട്ടുപോകും. ഓ രോഗത്തെ കൊണ്ടുവന്ന ശത്രു വിട്ടുപോകും. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടം വരുമ്പോ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ അവരെ പോലൊരു മനുഷ്യനായിരുന്നതാ. നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് കൊണ്ടുവന്നു. അവൻ നമുക്ക് ആവശ്യമായ എല്ലാം തന്നു. അവന്റെ മകനാക്കി മകളാക്കി മാറ്റി. അത് നമ്മുടെ കഴിവും മിടുക്കും ശ്രേഷ്ഠതയും പദവിയും വിദ്യാഭ്യാസവും ഒന്നുമല്ല, ദൈവത്തിന്റെ വൻ കൃപയാണ്. ആ കൃപയെ ഓർത്ത് ദൈവത്തിന് എപ്പോഴും ഇടപെടാതെ നന്ദി പറയണം. ഹല്ലേലൂയ. വായിക്കാം. തിരുനാമത്വം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. തിരുനാമം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തിരുനാമം ഇന്ന് എല്ലാവരിലും ഇല്ല. എവിടെയൊക്കെ ഒന്നോ പകുതിയൊക്കെ ചില ആളുകളിലുണ്ട്. സ്തോത്രം. എല്ലാവരും പറയും എൻ്റെ കയ്യിൽ തിരുനാമമുണ്ട്, തിരുനാമമുണ്ട്, തിരുനാമമുണ്ട്. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. തിരുനാമമുള്ള ഒരു മനുഷ്യൻ
ദൈവസന്നിധിയിൽ വ്യവസ്ഥയനുസരിക്കുന്ന മനുഷ്യൻ, അവരുടെ യാത്രകൾ അറിയാം, അവരുടെ ഡീഡിങ് അറിയാം, അവരുടെ ആമേനാമേൽ എല്ലാ സംസാര ശൈലികളിൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. തിരുനാമ നിമിത്തം നീതി പാതകളിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അവർ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അറിയാം. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. തിരുനാമത്തിലാണ് നീ നടക്കുന്നത്. തിരുനാമം ധരിക്കപ്പെട്ടാൽ നമ്മൾ മിണ്ടാതിരിക്കത്തില്ല. ആരാധനയും കൂട്ടായ്മയും ഉപവാസവും പ്രാർത്ഥന എല്ലാത്തിനും മുൻസ്ഥാനം കൊടുക്കും. സകല ജാതികളോട് യേശുവിനെ കുറിച്ച് പറയും. അതാണ് തിരുനാമത്തിന്റെ പ്രത്യേകത. തിരുനാമത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കാത്താട്ട്. കൂരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ നടക്കുന്നത് കൂരിരുട്ടിന്റെ താഴ്വരയിൽ കൂടിയാ, പക്ഷേ അനർത്ഥം ഭയപ്പെടത്തില്ല. കാരണം അറിയാമോ? വെളിച്ചമാകുന്ന ക്രിസ്തു, അവന്റെ വെളിച്ചമാകുന്ന സാന്നിധ്യം നമ്മളിൽ അവൻ പകർന്നത് കൊണ്ട് ഈ ഇരുട്ടിന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രതികൂലമാകുന്ന ശത്രുവിനെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്താ കാരണം? ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യഹോവ പക്ഷത്തുള്ള ദൈവമക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട് എല്ലാ കരങ്ങളുടെ മേലും ദൈവസാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു. ഈ പകൽക്കാലം ഇതിനകത്തൊരു രോഗശാന്തിയുടെ ശുശ്രൂഷ വെളിപ്പെട്. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്കൊരു 15 മിനിറ്റ് സമയം മാറ്റി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ വെളിപ്പെടും. അതുകൊണ്ട് വെളിപ്പെട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വരുന്ന ദിവസം ഇതേപോലെ വരും. എല്ലാ ദിവസവും വെളിപ്പെട്ട് പ്രാപിക്കല്ലേ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ ഹല്ലേലൂയ ചെയ്യാൻ പോവാ. സ്തോത്രം. അതൊക്കെ ഞങ്ങളെ പോലുള്ളവരോട് പറയണം. കൃപാവരത്തിന്റെ ഹല്ലേലൂയ ആമേൻ ആമേൻ വരം എന്തോന്ന്, സുവിശേഷം എന്തോന്ന്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. അന്ന് ഞങ്ങൾക്ക് നല്ല തല വറക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെപ്പോലെ വറക്കില്ലാത്ത തലയല്ല. വറക്കുള്ളവന് തല വറക്കുള്ളവർക്കറിയാം. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നാൽ ഞാൻ അടുത്തെന്ത് ചെയ്യണം? സ്തോത്രം. 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ലോകം മുദ്ര കുത്തിവെച്ചു. പിന്നെ സ്വന്തമായി ആ മനുഷ്യന്റെ കാര്യഗതികളെ നോക്കണമെന്നുള്ളതാണ് അതിന്റെ ശരിക്കർത്ഥം. നീ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടുത്തെ ഹല്ലേലൂയ പൗരനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിനക്ക് നിന്റെ കാര്യാദികൾ ചെയ്തെടുക്കുവാനുള്ള പ്രായമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് എന്നുള്ള അംഗീകാരം വന്നു. നമുക്കിവിടെ 45 ആയിട്ട് പോലും പൗരം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് പറയണമെന്ന് പോലും നമുക്ക് ശരിക്കും അറിയത്തുമില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിക്കാം. നീ എന്നോട് കൂടെ ഇരിക്കുന്നുമല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താലുണ്ടല്ലോ പിന്നെ വേറെ അഭിഷേകത്തിന് നമ്മൾ പോകേണ്ട വരത്തില്ല. ഈ എണ്ണ കൊണ്ട് എൻ്റെ തലയെ ഒന്ന് അഭിഷേകം ചെയ്താൽ ഞാൻ പിന്നെ വേറെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് വരത്തില്ല. ഇന്ന് പൽക്കാലം അഭിഷേകം വന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഞാൻ ഹല്ലേലൂയ അടുത്ത സെക്ഷനിൽ വരുമ്പോൾ സ്തുതിക്കണം. ഹല്ലേലൂയ. അവരുടെ അഭിഷേകത്തിന്റെ മേൽ ഒരു ഹൈ പവറിലേക്ക് ദൈവാത്മാവ് ഹല്ലേലൂയ കൊണ്ടുവരാൻ പോകുകയാണ്. അഭിഷേകം വന്നു എന്ന് 100% ബോധ്യമുള്ളവർ മാത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ. ഇരിക്കുന്നതിൽ ചിലപ്പോൾ ഒരാൾ മതി, ചിലപ്പോൾ 10 പേരാകാം, ചിലപ്പോൾ 15 പേരാകാം, എത്ര പേരായാലും ശരി. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അങ്ങനെ ബോധ്യമുണ്ട് എന്നുള്ളവർ മാത്രം ദൈവത്തിന് സന്നിധിയിൽ സ്തുതിക്കുക. ആമേൻ. കാറ്റ് നോക്കി തൂറ്റുന്ന പരിപാടി നമ്മുടെ പരിപാടിയിലില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എൻ്റെ വടിയും കോലും നിന്നെ ആശ്വസിച്ചിരിക്കുന്നു. ഒരു ആശ്വാസത്തിന്റെ വടിയും കോലും ഇന്ന് പൽക്കാലം ദൈവസഭയ്ക്കകത്തിരിക്കുന്ന തന്റെ ജനത്തിന് കൈമാറി കൊടുക്കുന്ന ഒരുവനെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. അവന്റെ പേര് യഹോവ തന്നെ. ആ ദൈവത്തിന്റെ ഹാലിലെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് പൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്ക്. എല്ലാ ദിവസവും കടന്നു വര്. പ്രവചനം കേക്ക്, രോഗശാന്തി പ്രാപിക്ക്, മറിച്ചടിച്ച് വിളിഞ്ഞു പോക്ക്. ഇറ്റേ ഞായറാഴ്ച നമ്മൾ പോസ്റ്റ് തൂണ് പോലെ വര്. ഇങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ
ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ഫലമുള്ള വൃക്ഷമാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ, അധികം ഫലം കായ്ക്കണ്ടേ, അധികം ഫലം കായ്ക്കേണ്ട വൃക്ഷമേ, നിന്നെ അധികം ഫലം കായ്പിക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പൽക്കാലം ആരിലൊക്കെ ഫലമുണ്ട് അവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരി. അല്ലെങ്കിൽ ഞാൻ ആരുടെയും തലയിൽ കൈവച്ചിട്ട് ഇന്ന് പൽക്കാലം പ്രവചനത്തിലേക്ക് വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ വിഷയം എത്ര കഠിനമാണെങ്കിൽ, എത്ര സീരിയസ് ചെന്നതാണേലും, എത്ര കാലപ്പഴക്കം ചെന്നതാണേലും, എത്ര മുറ്റിയതാണേലും, ഓ ഹാലൽ ഇന്ന് പൊട്ടി മാറാൻ പോകുന്നു, പൊട്ടി മാറാൻ പോകുന്നു. 100 തലമുറകൾക്ക് മുമ്പേ ഉള്ള പ്രശ്നമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൊട്ടി മാറാൻ പോകുന്നു. ചില വലകൾ പൊട്ടി മാറുന്നുണ്ട്, ചില എതിരുകൾ പൊട്ടി മാറുന്നുണ്ട്, ചില ബന്ധനങ്ങൾ പൊട്ടി മാറുന്നുണ്ട്, ജനത്തെ തടയുന്ന ബന്ധനം പൊട്ടുന്നുണ്ട്. വാഗ്ദത്തങ്ങളെ ഉടച്ചു കളയുവാൻ ശ്രമിക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ. ഓ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന ചില എതിരുകൾ ഇന്ന് പൽക്കാലം പൊട്ടി മാറട്ടെ. അതിനുവേണ്ടി എത്ര പേര് ഉണരോ? നല്ല രാമയം പറ, നല്ല രാമയം പറ, നല്ല രാമയം പറ, നല്ല രാമയം പറ, നല്ല രാമയം പറ. റബന ഹടകൽക്കനാരിയ യേശുവിന്റെ നാമത്തിൽ ഓ വചനത്തിന്റെ ശക്തി ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ തുറക്കുകയാണ്. ചില ഹൃദയങ്ങളെ തുറക്കുന്നുണ്ട്, ചില ഹൃദയങ്ങളെ തുറക്കുന്നു. കഴിഞ്ഞ രാത്രി ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു ഭാമേനാമേ ഭയത്തെ കുറിച്ച് സ്വപ്നം കണ്ട, ഒരു സർപ്പത്തെ കുറിച്ച് സ്വപ്നം കണ്ട ഒരു സഹോദരി ഇതിനകത്തിരിക്കുന്നു. ആ സഹോദരിയോട് പറയുന്നു, ഇന്ന് അതിന്റെ തല നീ വെട്ടിയിട്ടേ പോകാവൂ. പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടുവാൻ ഒരു അധികാരം ഇതിനകത്ത് നീ ഏറ്റെടു, ഇതിനകത്ത് നീ ഏറ്റെടു, ഇതിനകത്ത് നീ ഏറ്റെടു. ഇന്ന് പൽക്കാലം പൗലോസ് എടുത്ത് കുടഞ്ഞ് തീയിൽ എറിഞ്ഞതുപോലെ ആത്മാവിന്റെ തീയിലേക്ക് എറിയുവാൻ ദൈവസഭ പ്രസന്റ് ആകട്ടെ. ദൈവസഭ ശക്തിപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരം എത്രത്തോളം അടിച്ചു നമ്മൾ ആരാധിച്ചു, നമ്മുടെ ശരീരം ബോഡി ചൂടാകുന്നു, അത്രത്തോളം അകത്ത ബന്ധനം കഴിയും. സ്തോത്രം. അല്ലേ? അകത്ത ബന്ധനം അഴിയും. മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അകത്ത ബന്ധനം അഴിയും. അകത്ത ബന്ധനം അഴിയുമ്പോൾ ഫ്രീ ആയി നീ പുറത്ത് വരും. ഓ വെൽക്കം മാസിയാന റബൽക്കമാനയാം പൂറാമബാദിയാന ഹസ്തിയ റബൽക്കമനഗഡകൾ കനാരിയ സിബാബാബ റബൽക്കമനഗഡക പ്രവിടിയ യാസ് യാസ്. ഓ പ്രാവശ്യോ 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 പ്രാവശ്യോ. അവന്റെ വടിയും കോല് നിന്നെ ആശ്വസിപ്പിക്കണം. അവന്റെ വടിയും കോല് നമ്മെ നിർത്തിയ ശാലയിലെ ഈ ശരീരം നമ്മുടെ അകത്ത് ഞരമ്പിൽ കൂടി ഓടുന്ന ഓ പ്രാണനാകുന്ന ബ്ലഡാ. ഈ ബ്ലഡിന് കോട്ടം വന്നാൽ ഈ ശരീരത്തിന് ഉപയോഗശൂന്യം വരും. ഈ ശരീരം ഉപയോഗശൂന്യമാക്. ഇതിനെ നിർത്തുന്ന ആ പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവ് യഹോവ നമ്മുടെ പക്ഷക്കാരനാണ്. ആരെല്ലാം ഏറ്റെടുക്കും, ആരെല്ലാം ദൈവത്തെ സ്തുതിക്കും. Thank you Lord. Amen. സ്തോത്രം സ്തോത്രം. വട്ടമേശ കൂടാൻ വേണ്ടി ചെന്നിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കങ്ങനെ 5 മിനിറ്റ് പോലും സമയമില്ല വട്ടമേശ കൂടാൻ. പറയുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറയേണ്ടത് പറഞ്ഞു നമ്മൾ നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് കിടക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വിളിച്ചാൽ പറയും എനിക്ക് ഭയങ്കര ബിസിയാണ്. ആമേ സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഉലകത്തിലുണ്ട് കേട്ടോ. നിൻ്റെ വീട്ടിനകത്ത് പതരയ്ക്ക് സ്ഥാനം കൊടുക്കരുത്, നെല്ലിന് സ്ഥാനം കൊടുക്കണം. പതരെ തീയിലും നെല്ലുമണി കളപ്പുരയിലും ആകട്ടെ. എങ്കിൽ ഇന്ന് പകലിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. വായിക്കാം. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയട്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നന്മയും കരുണയും. ഹല്ലേലൂയ. എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ആയുഷ്കാലമെല്ലാം നന്മയും കരുണയും പിന്തുടരുമെന്ന് പറഞ്ഞത് യേശു മാത്രമേ ഉള്ളൂ. സാക്ഷാൽ യഹോവയാകുന്ന ദൈവം മാത്രമേ പറഞ്ഞുള്ളൂ. ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഇന്ന് പകലിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഓ സ്തോത്രം. നമ്മളിതൊക്കെ എല്ലാം കേൾക്കുന്നതാ.
സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇത് ശരിക്ക് ഗ്രഹിക്കാതെയും ശരിക്ക് പഠിക്കാതെയും ശരിക്ക് അറിവില്ലാതെയും ഈ ചെറിയ ലെവൽ എന്ന് പറഞ്ഞാൽ മാനുഷ്യമായ പരിഗണനകൾ കൊണ്ട് പഠിത്തങ്ങൾ കൊണ്ട് ഒതുങ്ങുന്ന പലർക്കും ദൈവശക്തി എന്തെന്നറിയത്തില്ല, പലർക്കും ദൈവസ്നേഹം എന്തെന്നറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തെന്നറിയാതെ പലരും തകർന്നു കിടക്കുന്നു. നിന്റെ ഇമേജ് വർദ്ധിക്കുന്നതാണ് എൻ്റെ ദൈവം. അല്ലെങ്കിൽ നിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും, അതിനെ കുറയ്ക്കത്തില്ല, അത് വർദ്ധിപ്പിക്കും. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ വർദ്ധിക്കും. ഇങ്ങനെ തുടങ്ങിത്തരുന്ന ഒരു കർത്താവ്. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അത് 1-ാം വാക്യം മുതൽ വായിക്കാം. വേഗത്തിലെടുത്തവർ വായിച്ചു. ഞാൻ എൻ്റെ പ്രിയതമൻ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ കുന്നിന് മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിന്റെ കല്ല് പിറക്കി കളഞ്ഞു, നല്ല വക മുന്തിരിവള്ളി നട്ടു, അവിടെ ഒരു ഗോപുരവും പണിതു, ചക്കവും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കാച്ചതോ കാട്ടുമുന്തിരിങ്ങ. വചനം പറയുന്നു, ഞാൻ എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിൻ്റെ മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായി. ആ മുന്തിരിത്തോട്ടം ശരിക്കും പണിയൊക്കെ ചെയ്തു. കല്ലെല്ലാം പറക്കി കളഞ്ഞു, എല്ലാം പറക്കി കല്ല് പറക്കി മാറ്റി, വേലി കെട്ടി, വെള്ളം കൊടുത്തു, വളം കൊടുത്തു, എല്ലാം കൊടുത്ത് ദൈവം സൂക്ഷിച്ചു. ദൈവം അല്ലെങ്കിൽ ആ ഉടമസ്ഥൻ നന്നായിട്ട് കാത്തു. പക്ഷേ കാച്ചതോ അല്ലെങ്കിൽ ചക്കമിട്ട് ഗൗരവം പണിതെല്ലാം ചെയ്തു കഴിഞ്ഞു. കാച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഈ കാട്ടുമുന്തിരിങ്ങ കാച്ചാൽ നമ്മുടെയൊക്കെ അനുഭവത്തിലാണെങ്കിൽ പറഞ്ഞാൽ എല്ലാം കിട്ടണം, ചെയ്താൽ എല്ലാം കിട്ടണം. പിന്നെ നിനക്ക് നീ ജനിച്ചത് മുതൽ ഇത്രയും ദിവസം പറഞ്ഞത് ചെയ്തതും എല്ലാം കിട്ടി അങ്ങ് കൊണ്ട് കൂട്ടിയിരിക്കുകയല്ലയോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കിട്ടണമെങ്കിൽ നീ ദൈവ പൈതലാകണം, കിട്ടണമെങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രിയ മകനാകണം, കിട്ടണമെങ്കിൽ നീ ദൈവത്തിൻ്റെ നല്ലൊരു മകളാകണം. എങ്കിൽ മാത്രമേ ദൈവം തരത്തുള്ളൂ. ദൈവം ചുമ്മാ ഹല്ലേലൂയ ആമേ ശത്രുവിൻ്റെ അടുത്ത് പോയി 2 രൂപ കൊടുത്ത് വാങ്ങിച്ചതുപോലെ തരത്തില്ല കേട്ടോ. അവിടെ 2 രൂപ കൊടുത്താൽ നാറ്റം പിടിച്ച ഒന്നിനെ കൂടി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒന്നേ ഉള്ളായിരുന്നു, 2 രൂപ കൊടുത്തപ്പോൾ ഹല്ലേലൂയ നാറ്റം പിടിച്ച ഒന്നുകൂടി കിട്ടി. പക്ഷേ നീ യേശുവിൻ്റെ അടുക്കൽ വന്ന നാറ്റം പിടിച്ച എന്നെ മണമുള്ളതാക്കി മാറ്റുന്നവരാണ്, സൗരഭ്യ വാസനയുള്ളതാക്കി മാറ്റ്. ആ മുന്തിരിത്തോട്ടത്തിൽ കാച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഇന്ന് പോൽക്കാലം നിന്റെ അനുഭവത്തിൽ കാട്ടുമുന്തിരിങ്ങയുടെ അനുഭവം വന്നാൽ നീ യേശുവിനെ വിടരുത്. ഉടമന റിബൽ കബന ഗഡഗസിയ. യേശുവിൻ്റെ നാമ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇനിയുള്ള കാലമത്രയെ ഞാൻ ആത്മാവിൽ സത്യത്തിലും ആരാധിക്ക്, ഞാൻ വചനത്തെ അനുസരിക്ക്, വചനത്തെ മുറുകെ പിടിച്ച് നിൽക്ക്. ഞാൻ സകലരോടും യേശുവിനെ കുറിച്ച് പറയും. എൻ്റെ പ്രിയതമനെ കുറിച്ച് ഞാൻ പാട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ കുന്നിൻ്റെ മുകളിൽ നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടെന്ന്, ഹല്ലേലൂയ ഫലമുള്ള മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പാടും. പക്ഷേ ലാസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ കാച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഓ, കൃഷി നിർത്തരുത് കേട്ടോ, കൃഷി നിർത്തരുത്. നിന്റെ ഓട്ടം നിർത്തരുത്, നിന്റെ ട്രാറ്റ് കൊടുപ്പ് നിർത്തരുത്, നിന്റെ പരസ്യോഗം നിർത്തരുത്, നിന്റെ വചനവാചന നിർത്തരുത്, നിന്റെ ഉപവാസം നിർത്തരുത്, ഓ നിന്റെ കൂട്ടായ്മ ബന്ധം നിർത്തരുത്. ഈ കാട്ടുമുന്തിരിങ്ങ കാച്ചെങ്കിൽ അടുത്ത് നീ പറയണം, ഞാൻ ഫലമുള്ള മുന്തിരി കായ്ക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രിയതമന് വേണ്ടി അടുത്ത തലത്തോട്ട് ഓടാൻ പോകുക. ഓ, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ഓട്. എന്നോട് പറഞ്ഞ മേഖല വരെ ഞാൻ ഓട്, എന്നോട് പറഞ്ഞ വാക്തത്വം വരെ ഞാൻ ഓട്. ഞാൻ ആ ബിരുദം പ്രാപിച്ചിട്ടേ വരത്തുള്ളൂ. കരം കൊണ്ടുവന്നവർ കരം അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ കാലം ആത്മാവിന്റെ വലിയ ശക്തി ആ ലയത്തിനകത്ത് ഒഴുകട്ടെ, ആ ലയത്തിനകത്ത് ഒഴുകട്ടെ, ആ ലയത്തിനകത്ത് ഒഴുകട്ടെ. ആരാധിക്കാൻ വന്നവർ ആരാധിച്ചു തുടങ്ങിക്കോ. ആത്മശക്തി പ്രാപിക്കാൻ വന്നവർ ആത്മശക്തി പ്രാപിച്ചോ. വൈശാചിക കെട്ടുകൾ ഇതിനകത്തുനിന്ന് കത്തി മാറട്ടെ. ഓ, മിഥ്യാമൂർത്തിയുടെ കത്തികൾ, ഓ ഹല്ലേലൂയ ആമേൻ എതിരുകൾ കത്തി മാറട്ടെ. ദുരാത്മാവിന്റെ കെട്ടുകൾ കത്തി മാറട്ടെ. പൈശാചിക കോട്ടകൾ കത്തി മാറട്ടെ. ഓ, നിന്റെ വളർച്ചയ്ക്ക് വിരോധമായി, ദൈവ സഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി, ആത്മാക്കളുടെ വളർച്ചയ്ക്ക് വിരോധമായി, ദൈവ മക്കളുടെ നന്മയ്ക്ക് വിരോധമായി ഓ പോരാടുന്ന മിഥ്യാമൂർത്തിയുടെ ശക്തികൾ കത്തി മാറട്ടെ. ഏലിയാവ് നിലവിളിച്ചപ്പോൾ തീ ഇറക്കിയതുപോലെ ഇന്ന് പൽക്കാലം തീ ഇറങ്ങാൻ പോകുകയാണ്. അനുഭവിക്കുന്ന അതരങ്ങൾ ചലിക്കട്ടെ. എല്ലാവരും കരം അടിച്ച് ആരാധിച്ചാട്ട്, ആത്മശക്തിയോടെ ആരാധിച്ചാട്ട്. ദൈവത്തിന്റെ കരം ഇതിനകത്തുണ്ട്, ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ
സൂറബല ഹടകബന ബന 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 ഉടബല ബല 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 വൈഡമന ബന ബന ഘടകസിയാനയ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? കരം കടിച്ച് ദൈവത്തെ ആരാധിക്ക്. നിന്നെ നീ മറന്നിട്ട് ആരാധിക്ക്. നിന്നെ നീ മറക്ക്. നിന്റെ ജീവിതത്തിലെ ഇന്നലെ വരെ ചെയ്തതെല്ലാം മറക. മറന്നിട്ട് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് സ്തുതിച്ചാട്ട്. കരമടിച്ച് 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 ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. അല്ലെങ്കിൽ കാട്ടുമുന്തിരിങ്ങ കാറ്റെന്ന് പറഞ്ഞ് നിന്റെ കൃഷിത്തോട്ടം നിർത്തരുത് കേട്ടോ. നിന്റെ ഓട്ടം നിർത്തരുത്. നിന്റെ മേൽ കിടക്കുന്ന വാഴ്ത്തത്തെ നീ തള്ളരുത്. മുറുകെ പിടിക്കണോ. ഓട്ടക്കള്ളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവര് ചുരുക്കമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നവര് ചുരുക്കമല്ലയോ. പാപം ഭാരം തല്ലി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാവോ. പാപം ഭാരം തല്ലി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവര് ചുരുക്കമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നവര് ചുരുക്കമല്ലയോ. ബിരുദു പ്രാപിക്കുന്നവർ ചുരുക്കം. ഓടാൻ ആയിരങ്ങൾ തയ്യാറാകുക. ഇപ്പോൾ ഒരു മിലിറ്ററിയുടെ പരേഡ് നടന്ന, ഒരു ട്രെയിനിങ് നടന്ന 10,000 പയ്യന്മാർ അവിടെ എത്ത്. പക്ഷേ കിട്ടുന്നത് വളരെ സീറോ, ചിലത് മാത്രമായിരിക്കുക. കിട്ടുന്നത് വളരെ കുറഞ്ഞ എണ്ണമായിരിക്കുക. ഓടാൻ എല്ലാവരും തയ്യാറെന്ന് പറഞ്ഞു പോകുക. എല്ലാവരും മസിൽ പവർ ഉള്ളവരെന്ന് പറഞ്ഞു പോകുക. പക്ഷേ അവിടെ വിജയധാരികളായി വരുന്നത് ചിലപ്പോൾ 5ഓ 10ഓ ആയിരിക്കുക. എന്താ കാരണമെന്ന് അറിയാമോ? എല്ലാവരും ഓടുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ പാഴ് വാക്കായി പോകുന്നു, വ്യർത്ഥമായി പോകുന്നു. നിന്റെ വാക്കിന് വിലയില്ലാതെ പോകുന്നു. നിന്റെ വാക്കിന് സ്ഥാനമില്ലാതെ പോകുന്നു. പറഞ്ഞത് ദൈവത്തോടാണെങ്കിൽ അപ്പോടെ അനുസരിക്കുന്ന എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, അധരങ്ങൾ ചലിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതിനകത്ത് ചില അവിശ്വസ്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു. പ്രവാചകന്മാര് പ്രവാചികമാര് എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഞാനിവിടെ തിരുവചനം പറയുമ്പോൾ തന്നെ ചില തലയുടെ മേൽ ദൈവത്തിന്റെ വെളിപ്പാട് ഇറങ്ങുന്നുണ്ട്. ചില ഉള്ളറകളെ ആത്മാവ് ക്രിയ ചെയ്യുന്നുണ്ട്. ഭൗതിക നന്മ എത്രത്തോളം പ്രാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനതയുടെ നടുവിൽ സഞ്ചരിക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അടുത്ത നിമിഷം നിന്നോട് ദൈവം ചോദിക്കും. അടുത്ത സമയം നിന്നോട് ചോദിക്കും ദൈവം. അതിന് നീ എന്ത് ക്വസ്റ്റ്യൻ കൊടുക്കും? അതിനെന്ത് മറുപടി കൊടുക്കും? ആ മറുപടി യഹോവയിൽ നിന്ന് നീ പ്രാപിച്ചതിൻ്റെ വിളംബരം എത്രത്തോളം ചെയ്തു. നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച താലന്ത് എത്ര പേർക്ക് നീ പറഞ്ഞു കൊടുത്തു? ആ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ യേശുവിനെ നീ പരിചയപ്പെടുത്തിയോ? എങ്കിൽ നിന്റെ ഓട്ടം ബിരുദ പ്രാപിക്കും. എങ്കിൽ നിന്റെ ഓട്ടം ലക്ഷ്യമുണ്ടാകും. ഇന്ന് കാലം ലക്ഷ്യമുള്ള ഓട്ടമാകുവാൻ കർത്താവിലേക്ക് എല്ലാവർക്കും